PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഷീ കുഡ് ഹാവ് കം ഹിയർ യെസ്റ്റർഡേ. അപ്പോൾ അവിടെ ചോദ്യചിഹ്നം കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വരിക? ഷീ കുഡ് ഹാവ് കം ഹിയർ യെസ്റ്റർഡേ. എന്താണ് ആൻസർ വരിക? നമുക്കറിയാം, ഇവിടെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ കുഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഷീ കുഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ആക്കുമ്പോൾ എന്ത് വരും? കുഡിൻറ്റ് ഷീ ആണ് വരിക അല്ലേ? കുഡിൻറ്റ് ഷീ ആണ് വരിക. അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ നോക്കുക കേട്ടോ. കുറച്ച് നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കുക. ഷീ കുഡ് ഹാവ് കം ഹിയർ യെസ്റ്റർഡേ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് ടാഗ് വേണം. കുഡ് ആയതുകൊണ്ട് കുഡിൻറ്റ് ഷീ ആയിട്ട് മാറി. അടുത്ത നോക്കാം. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. എന്താണ് വരിക? ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. അപ്പോൾ ഇവിടെ ഇതും എന്താണ്? പോസിറ്റീവ് ആണ് സെൻറ്റൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ ഹാസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അത് നെഗറ്റീവിലോട്ടായിട്ട് മാറുമ്പോൾ ഹാസിൻ്റെ ഷീ ആണ് വരിക അല്ലേ? ഓപ്ഷൻ ബി ഹാസിൻ്റെ ഷീ ആണ് വരിക. അടുത്തത് ഐ ആം എ സ്റ്റുഡൻറ്റ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഇവിടെ എന്താണ് വരിക? ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആം ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടാഗാണ് വരേണ്ടത്. അപ്പോൾ ആമിൻറ്റ് ഐ എന്ന് ടിക്ക് ചെയ്യാൻ പോകും. പക്ഷേ ക്വസ്റ്റ്യൻ ടാഗിൽ ഒരിക്കലും ആമിൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇല്ല. അത് ഓർത്തിരിക്കുക കേട്ടോ. ആമിൻറ്റ് ഐ എന്ന് പറയുന്ന പ്രയോഗം ഇല്ല. പിന്നെ ഐ ആം എന്നാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആറിൻറ്റ് ഐ ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ആം വന്നു കഴിഞ്ഞാൽ ഐ ആം എന്ന് പറയുന്നത് പോസിറ്റീവിലാണ് വരുന്നതെങ്കിൽ അത് ആറിൻറ്റ് ഐ ആയിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. ഐ ആം എ സ്റ്റുഡൻറ്റ് പോസിറ്റീവിലാണ്, പോസിറ്റീവ് ഐ ആം എന്ന് പറയുന്നത് പോസിറ്റീവിലാണ് വന്നതെങ്കിൽ ആറിൻറ്റ് ഐ ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. അത് ഓർത്തിരിക്കുക. ഇനി ഐ ആം നോട്ട് ലേറ്റ്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ആം പോസിറ്റീവിലാണെങ്കിൽ ആറിൻറ്റ് ഐ ആണ്. ഇവിടെ നെഗറ്റീവിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? ഐ ആം നോട്ട് എ ലേറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നെഗറ്റീവിൽ വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ആം ഐ ആയിരിക്കും. ഓക്കെ, ആം ഐ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. പക്ഷെ ആമിൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു പ്രയോഗമേ ഇല്ല. ആം പോസിറ്റീവിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ആറിൻറ്റ് ഐ സെലക്ട് ചെയ്യാം. ആം നെഗറ്റീവിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആം ഐ ആണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തത് ഡോണ്ട് സ്മോക്ക് ഇൻ ദിസ് റൂം. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്? ഡോണ്ട് സ്മോക്ക് ഇൻ ദിസ് റൂം. ഇവിടെ ഡോണ്ട് സ്മോക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വരേണ്ടത്? പോസിറ്റീവ് ആണ് വരേണ്ടത് അല്ലേ? പക്ഷേ ഇത് ഡോണ്ട് സ്മോക്ക് ഇൻ ദിസ് റൂം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരാളോട് ഒരു കാര്യം ഓർഡർ ചെയ്യുകയാണ് അല്ലേ? ഈ റൂമിൽ പുകവലിക്കരുത് എന്ന് പറയുമ്പോൾ അതൊരു ഓർഡറാണ്, ഒരു ആജ്ഞയാണ്. അപ്പോൾ അഡ്വൈസ്, ആജ്ഞ, ഓക്കെ, ഓർഡർ, അഡ്വൈസ്, വിഷ് അങ്ങനെയുള്ളതൊക്കെ എന്താണ്? അങ്ങനെ വരുന്ന സെൻറ്റൻസിന് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ വിൽ യു ആയിരിക്കും, അല്ലെങ്കിൽ കാണ്ട് യു ആയിരിക്കും, അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും. ഈ 3 ഏതെങ്കിലും ഒന്നാണ് വരിക. ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വിൽ യു, കാണ്ട് യു, വോണ്ട് യു. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഏതാണുള്ളത്? ഇത് 3 കൂടെ എന്തായാലും ഓപ്ഷനിൽ തരില്ല.
അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ ഉള്ളത്? വിൽ യു ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? വിൽ യു ആണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ റിക്വസ്റ്റ്, അഡ്വൈസ്, ഓർഡർ അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ വിൽ യു, കാണ്ട് യു, വോണ്ട് യു ഇതൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ വിൽ യു ആയതുകൊണ്ട് വിൽ യു ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്തത് ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. എന്താണ് വരിക? ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ. ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ് അല്ലേ? പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് വരിക. ഓക്കെ, ചിൽഡ്രൻ പ്ലൂറൽ ആയതുകൊണ്ട് ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരും. പിന്നെ നമുക്ക് ഓക്സിലറി വെർബ് ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാം. മെയിൻ വെർബ് ഏതാണ്? പ്ലേ ആണ്. പ്ലേ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡു പ്ലസ് പ്ലേ ആണ് വരിക. ഡു പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഡു കിട്ടി, ദേ കിട്ടി. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഡൂനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡോണ്ട് ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ഡോണ്ട് ദേ ആണ് വരിക. ഓക്കെ, അടുത്തത് ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ്. എന്താണ് വരിക? ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ റെയർലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റൻസ് എന്തായി? നെഗറ്റീവ് സെൻറ്റൻസ് ആയി. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. റെയർലി, ബയർലി, സ്കെയർസ്ലി, ഹാർഡ്ലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ, സെൽഡം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. നമുക്ക് അറിയുന്നതാണ് അല്ലേ? പഠിച്ചതല്ലേ എല്ലാവരും? അപ്പം നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പം ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്കുണ്ട്. ഇവിടെ നമുക്ക് ഏതാണ് ഓക്സിലറി വെർബ് അറിയില്ല. അപ്പോൾ സ്പീക്ക് എന്ന് പറയുന്നതാണ് എന്ത്? നമുക്ക് തന്നിരിക്കുന്നതിലെ വെർബ്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു പ്ലസ് സ്പീക്ക് ആണ് വരിക അല്ലേ? ഡു പ്ലസ് സ്പീക്ക് ആണ് സ്പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡു എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഡു ദേ, പോസിറ്റീവ് ആയിരിക്കണം നമ്മുടെ ടാഗ്. അപ്പോൾ ഡു ദേ ആണ് വരിക. ഓക്കെ, അടുത്തത് ഐ ആം നെവർ ഓൺ ടൈം. ഐ ആം നെവർ ഓൺ ടൈം. എന്താണ് ഇവിടെ വരിക? നെവർ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അപ്പോൾ ഇത് സെൻറ്റൻസ് എന്തായി? നെഗറ്റീവായി. ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആണ്. ഇവിടെ ഐ ആം ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ എന്താ? ആം ഐ ആണ് വരിക. ഐ ആം പോസിറ്റീവ് ആണ് തന്നിട്ടുള്ളെങ്കിൽ RHI ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് ആം ഐ ആണ് വരിക. അടുത്ത ചോദ്യം, ഷീ ഈസ് യൂസ്ഡ് ടു സ്ലീപ്പിംഗ്. ഷീ ഈസ് യൂസ്ഡ് ടു സ്ലീപ്പിംഗ്. അപ്പോൾ ഇത് എന്താണ്? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ടാഗ് എന്ത് വരും? നെഗറ്റീവ് ടാഗ് ആണ് വരേണ്ടത്. ഇനി ഇവിടെ ഈസ് ആണ് അല്ലേ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ ഈസിൻ്റെ നെഗറ്റീവ് ആക്കുമ്പോൾ ഈസിൻറ്റ് വരും അല്ലേ? അപ്പോൾ ഈസിൻറ്റ് ഷീ ആണ് ആൻസർ. വളരെ എളുപ്പമാണ്. അടുത്തത് നോക്കാം, ഐ നീഡിൻറ്റ് ഗോ ദെയർ. ഐ നീഡിൻറ്റ് ഗോ ദെയർ. അപ്പോൾ എന്താണ് വരിക? ഐ നീഡിൻറ്റ് ഗോ ദെയർ എന്ന് പറയുമ്പോൾ നീഡിൻറ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പം നീഡിൻറ്റിന് പോസിറ്റീവ് ആകുമ്പോൾ എന്താവും? നീഡ് ഐ എന്നാവും അല്ലേ? നീഡിൻറ്റ് ഐ എന്നുള്ളത് പോസിറ്റീവ് ആകുമ്പോൾ നീഡ് ഐ ആവും. ഓപ്ഷൻ ബി. എന്നാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, യുവർ ബ്രദേഴ്സ് നീഡ് എ ജോബ്. യുവർ ബ്രദേഴ്സ് നീഡ് എ ജോബ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ടാഗ് എന്താവണം? നെഗറ്റീവ് ആവണം. ഇവിടെ നീഡാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നീഡിൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നീഡിൻറ്റ് ദേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റിപ്പോകും. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ആമിൻറ്റ് ഐ എന്ന് പറയുന്ന പ്രയോഗം ഇല്ല എന്ന് പറയുന്നത് പോലെ നീഡിൻറ്റ് ഐ എന്ന് പറയുന്ന അല്ലെങ്കിൽ നീഡിൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഇല്ല. അപ്പം നീഡ് എ ജോബ് എന്ന് പറയുന്നതിനെ നമുക്ക് നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നീഡ് എന്ന് പറയുന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഡു പ്ലസ് നീഡാണ് നീഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ യുവർ ആയതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് എടുക്കാം? ദേ എടുക്കാം അല്ലേ? അപ്പോൾ ഡു ആണ് വരിക. അപ്പോൾ ഡു ദേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട്. സോറി, ഡോണ്ട് അല്ലേ? നമുക്ക് ഇവിടെ നെഗറ്റീവ് ആണ് വരേണ്ടത്. സോ ഡു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡോണ്ട് ആണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ഡോണ്ട് ദേ ആണ് വരിക. ഓക്കെ, നെഗറ്റീവ് ആണ് ടാഗ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് ഡോണ്ട് ദേ എടുക്കണം. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞ് മാറിപ്പോയതാണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പോൾ ഡോണ്ട് ദേ ആണ് വരിക. അടുത്തത് വി നീഡഡ് യുവർ ഹെൽപ്പ്. വി നീഡഡ് യുവർ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ഇവിടെ നീഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? നീഡഡ്. അപ്പം നീഡഡ് എന്ന് പറയുമ്പോൾ ഡിഡ് പ്ലസ് നീഡാണ് അല്ലേ? ഡിഡ് പ്ലസ് നീഡാണ് നീഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏതാണ് വരിക? നീഡഡ്. അപ്പോൾ ഡിഡ് ആണ് നമുക്ക് ഓക്സിലറി കിട്ടി. പിന്നെ വി ആണ് അല്ലേ? അപ്പോൾ വി, ഇപ്പോൾ ഡിഡും വിയും കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഡിഡിൻറ്റ് വി ആണ് അല്ലേ? ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് അല്ലേ വരേണ്ടത്? അപ്പോൾ ഡിഡിൻറ്റ് വി ആണ് വരിക. അടുത്തത് ഹി വിൽ നീഡ് നത്തിങ്. ഹി വിൽ നീഡ് നത്തിങ്.
അപ്പോൾ ഇവിടെ നത്തിങ് എന്നുള്ളത് കൊണ്ട് സെൻറ്റൻസ് എന്താ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ടാഗ് ആയിരിക്കണം അല്ലേ, പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക, ഇവിടെ ചെറിയൊരു ഇതുണ്ട്. ഇവിടെ ഹി വിൽ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ, ഹി വിൽ നീഡ് നത്തിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരിക, പോസിറ്റീവ് ആക്കുമ്പോൾ വിൽ ഹി ആണ് വരിക അല്ലേ, ഹി വിൽ ആണ്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് നെഗറ്റീവ് ആണ്, പോസിറ്റീവിലോട്ട് ആക്കുമ്പോൾ വിൽ ഹി ആണ് വരിക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വി ഹാവ് എ കാർ, വി ഹാവ് എ കാർ. അപ്പോൾ ഇവിടെ എന്താണ് വി ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ, വി ഹാവ് എ കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഹാവ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹാവ് ഇൻ ടു ബി എന്ന് എഴുതും, നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ. ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് വരുന്നുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹാവും ഹാഡൊക്കെ വരുമ്പോൾ വി ഹാവ് എ കാർ, ഞങ്ങൾക്കൊരു കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉടമസ്ഥതയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തന്നിട്ടുള്ള ഹാവ് വെച്ചിട്ട് നമുക്കതിനെ നെഗറ്റീവ് ആക്കിയിട്ട് ഹാവ് ഇൻ ടു ബി എന്ന് എഴുതാം. അടുത്തത് വി ഹാഡ് ലഞ്ച്, വി ഹാഡ് ലഞ്ച് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഉടമസ്ഥതയെ ഒന്നും കാണിക്കുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഹാഡ് ഇൻ ടു ബി എന്ന് എഴുതാൻ പറ്റുമോ, ഇല്ല. ഇവിടെ നമ്മൾ ഹാഡ് ഇൻ ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഉടമസ്ഥതയെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഹാവ് ഇൻ ടു ബി എന്ന് ഡയറക്റ്റ് എഴുതാം. പക്ഷേ വി ഹാഡ് ലഞ്ച് എന്ന് പറയുമ്പോൾ അതൊരു ഉടമസ്ഥത അല്ലെങ്കിൽ പൊസിഷനെ കാണിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാഡ് ഇൻ ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മളിവിടെ എന്തെടുക്കണം, ഹാഡ് ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ എടുക്കണം. അപ്പോൾ ഓപ്ഷൻ ബി ഡിഡിൻറ്റ് വി ആണ് വരിക, ഡിഡിൻറ്റ് വി ആണ് വരിക. ഓക്കെ, അടുത്തത് എവ്രിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്, എവ്രിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്. അപ്പോൾ ഇവിടെ എന്താണ് വരിക, എവ്രിബഡി, എവ്രിബഡി, എവ്രി വൺ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് എന്താണ് എടുക്കുക, ദേ ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരിക അല്ലേ. ഇനി ദേ വന്നു, ഇനി എന്താണ് എടുക്കേണ്ടത്, ഹാസ് അറ്റൻഡഡ് എന്നാണ് അല്ലേ. അറ്റൻഡഡ് എന്ന് പറയുമ്പോൾ അറ്റൻഡഡിന്റെ മുമ്പിൽ ഹാസ് ഉണ്ടല്ലേ, അപ്പോൾ ഹാസ് അറ്റൻഡഡ് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹാസിൻ്റെ ദേ എന്ന് നമ്മൾ പറയൂ, ഹാസ് ആണ്, അത് നെഗറ്റീവിലോട്ടാക്കുമ്പോൾ ഹാസിൻ്റെ വരണം. പക്ഷെ ഹാസിൻ്റെ ദേയുടെ കൂടെ ഹാസ് വരുമോ, ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഹാസിൻ്റെ അതുപോലെ വരുന്നത് ഏതാണ്, ഹാവ് ആണ് വരുന്നത് അല്ലേ, ഹാവ്. അപ്പോൾ ഹാവ് ഇൻറ്റ് ആണ് വരേണ്ടത് അല്ലേ, ഹാവ് ഇൻറ്റ് ദേ എന്നാണ് വരിക കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് കൂടെ ഓർത്തിരിക്കുക. എവ്രിബഡി ഹാസ് അറ്റൻഡഡ് ദ കോൺഫറൻസ്, എവ്രിബഡി എന്ന് പറയുന്നത് എന്താണ്, എവ്രിബഡി എന്ന് പറയുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് ദേ ആയിട്ടാണ് എടുക്കേണ്ടത്. ഇനി ഹാസ് അറ്റൻഡഡ് ആണ്, അപ്പോൾ ഹാസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓക്സിലറി വെർബ്. പക്ഷെ ഹാസിൻ്റെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദേയുടെ കൂടെ അത് കറക്റ്റ് ആവുമോ, ഇല്ല. ഹാസിൻ്റെ ദേ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല അല്ലേ, പ്ലൂരലിൻ്റെ കൂടെ ഒരിക്കലും സിംഗുലർ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലൂരൽ തന്നെ എടുക്കണം. അപ്പോൾ ഹാസ് അല്ല ഹാവ് ആണ്, പ്ലൂരലായിട്ട് വരുമ്പോൾ ഏതാണ് വരിക, ഹാവ് ഇൻറ്റ് ആണ് വരിക, ഹാവ് ഇൻറ്റ് ദേ. ഓക്കെ, അടുത്തത് നോക്കുക, അതുപോലെ ഒരെണ്ണം എവ്രി വൺ ലൈക്സ് സ്വീറ്റ്സ്, എവ്രി വൺ ലൈക്സ് സ്വീറ്റ്സ്. അപ്പോൾ ഇവിടെ എവ്രി വൺ ആയതുകൊണ്ട് നമ്മൾ സബ്ജക്റ്റ് എന്തായിട്ട് എടുക്കണം, ദേ ആയിട്ട് എടുക്കണം, സബ്ജക്റ്റ് ദേ ആയിട്ട് എടുത്തു. ഇനി ഇവിടെ ലൈക്സ് എന്നാണ് അല്ലേ, ലൈക്സ് എന്ന് പറയുമ്പോൾ ഡസ് പ്ലസ് ലൈക്ക് ആണ് അല്ലേ, ഡസ് പ്ലസ് ലൈക്ക് ആണ് ലൈക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഡസിൻറ്റ് എടുക്കും. പക്ഷെ ഡസിൻറ്റ് ദേ എന്ന് പറയാൻ പറ്റുമോ, ഡസിൻറ്റ് ദേ എന്ന് പറയുമ്പോൾ ഡസ് എന്തായി, സിംഗുലറായി, ദേ എന്ന് പറയുന്നത് പ്ലൂറലായി. അപ്പോൾ ഡസിൻറ്റ് ദേ എന്ന് പറയാൻ പാടില്ല. സോ നമ്മൾ എന്ത് എടുക്കണം, ഡസിൻറ്റ് മാറ്റിയിട്ട് ഡോണ്ട് ദേ ആക്കിയിട്ട് മാറ്റണം, പ്ലൂറൽ ഫോം എടുക്കണം. ഓക്കെ, ദേയുടെ കൂടെ കറക്റ്റ് ആവുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡോണ്ട് ദേ ആണ് ഉത്തരം വരിക കേട്ടോ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ, ഡസും ദേയും കൂടെ മാച്ച് ആവില്ല, സിംഗുലറും പ്ലൂറലും കൂടെ ഒരുമിച്ച് വരുമോ, ഇല്ല. അടുത്ത് നോക്കാം, വെൻ ഹി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, വെൻ ഹി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ് വരിക, ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. നോക്കുക, വെൻ ഹി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെ വെൻ എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ, കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇങ്ങനെ കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ ആ കൺജങ്ഷൻ വരുന്ന ഭാഗം മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം എടുക്കുക. അപ്പോൾ വെൻ എന്നാണ് കൺജങ്ഷൻ, വെൻ ഹി റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ആ കൺജങ്ഷൻ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തു. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് മാത്രം എടുക്കുക, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ ഹാഡ് ആണല്ലോ, ഹാഡ്. അപ്പോൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ഹാഡിൻറ്റ് ഇറ്റ്, ഹാഡിൻറ്റ് ഇറ്റ്. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അപ്പോൾ നെഗറ്റീവ് ആണ് വരേണ്ടത് ടാഗ്. സോ ഹാഡിൻറ്റ് ഇറ്റ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വെൻ എന്ന് പറയുന്ന, വെന്നെ മാത്രമല്ല വാട്ട്, വിച്ച്, വെൻ അങ്ങനെയുള്ള കൺജങ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കൺജങ്ഷൻസ് വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ കൺജങ്ഷൻ വരുന്ന ഭാഗം മൊത്തമായിട്ട് മാറ്റുക, ബാക്കിയുള്ള സെൻറ്റൻസ് മാത്രം നോക്കിയിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ ടാഗ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്.
അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ലെറ്റസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഷാൽ ബി ആണ് എഴുതേണ്ടത്. ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും ഷാൽ ബി ആയിരിക്കും. അടുത്ത ചോദ്യം, പ്ലീസ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. പ്ലീസ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ഇവിടെ ലെറ്റസ് കണ്ട ഉടനെ ഷാൽ ബി എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് തെറ്റിപ്പോകും. എന്തുകൊണ്ടാണ് ഇവിടെ പ്ലീസ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആയി, ഒരു റിക്വസ്റ്റ് ആണ്. പ്ലീസ് ഉള്ളതുകൊണ്ട് അത് എന്താണ് അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ റിക്വസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വിൽ യു മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലെറ്റസ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഷാൽ ബി സെലക്ട് ചെയ്യണം. പ്ലീസ് ലെറ്റസ് ഗോ ഫോർ എ വാക്ക് എന്ന് പറയുമ്പോൾ ലെറ്റസ് എടുക്കരുത്, പ്ലീസ് വെച്ച് തുടങ്ങിയതുകൊണ്ട് അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ വിൽ യു ആണ് അവിടെ വരിക ടാഗ് ആയിട്ട്. ഓക്കെ.